മുംബൈയിൽ കോൾ സെന്റർ ജീവനക്കാരനായ ശൗര്യ തന്റെ സഹപ്രവർത്തകയായ നൂറിയെ പ്രണയിക്കുന്നു. വീട്ടുകാർ നൂറിയുടെ വിവാഹം നിശ്ചയിച്ചപ്പോൾ അവളോട് ഒളിച്ചോടി വരാൻ ആവശ്യപ്പെടുന്നു അവൻ. അവർക്കൊരുമിച്ച് താമസിക്കാനായി കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വീട് അന്വേഷിക്കുന്ന ശൗര്യ ആൾ താമസമില്ലാത്തൊരു വലിയ കെട്ടിടത്തിലെ 35-ാം നിലയിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കുന്നു. താമസത്തിനെത്തിയതിന്റെ പിറ്റേന്ന് രാവിലെ നൂറിയുടെ കോൾ വന്നപ്പോൾ പുറത്തിറങ്ങിയ ശൗര്യ അബദ്ധത്തിൽ വാതിൽ ലോക്കായി അകത്തു കുടുങ്ങുന്നു. കീ പുറത്തായിരുന്നതിനാൽ ശക്തിയെ അടഞ്ഞ വാതിൽ തനിയെ ലോക്കാവുകയും ചെയ്തു. ഹെൽപ്പ് ലൈനിൽ വിളിക്കാൻ നോക്കിയെങ്കിലും വിലാസം പറയുന്നതിന് മുൻപേ ഫോൺ ഓഫായി പോകുന്നു. ഷോർട്ട് സർക്യൂട്ട് കാരണം കറണ്ടും പോകുന്നു. ആ കൂറ്റൻ കെട്ടിടത്തിൽ ശൗര്യ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്നു. ബാൽക്കണിയിൽ നിന്ന് അവൻ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും ട്രാഫിക് ബഹളവും കെട്ടിടത്തിന്റെ ഉയരവും കാരണം ആരും തന്നെ കേൾക്കുന്നില്ല. ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവൻ TV താഴേക്ക് എറിഞ്ഞും ടൂത്ത് പേസ്റ്റും സ്വന്തം രക്തം ഉപയോഗിച്ച് കാർഡ്ബോർഡിൽ ഹെൽപ്പ് എന്ന് എഴുതി താഴേക്ക് എറിയുന്നു. ഒരു സ്ത്രീ കാർഡ്ബോർഡ് കണ്ടെങ്കിലും വാച്ച്മാൻ അവിടെ ആരും താമസിക്കുന്നില്ല എന്നും പറഞ്ഞതിനാൽ ആ ശ്രമം പരാജയപ്പെടുന്നു. അതിനിടെ പെയ്തൊരു മഴവെള്ളം ശേഖരിച്ചാണ് അവൻ തന്റെ ദാഹം തീർക്കുന്നത്. ഒരു വെജിറ്റേറിയൻ ആയിരുന്ന ശൗര്യ വിശപ്പ് സഹിക്കാനാവാതെ ബാൽക്കണിയിൽ വന്ന പ്രാവുകളെയും അടുക്കളയിലെ എലിയെയും പാറ്റയും വരെ പിടിച്ചു തിന്നാൻ നിർബന്ധിതനായി. വാതിൽ തുറക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ അവൻ മറ്റൊരു വഴി കണ്ടെത്തി. ഒരു മെറ്റൽ ഷീറ്റ് ഉപയോഗിച്ച് ദിവസങ്ങളോളം പ്രയത്നിച്ച് അവൻ ബാൽക്കണിയിലെ കമ്പികൾ മുറിച്ചു മാറ്റി. തന്റെ ജീവൻ പണയപ്പെടുത്തി 35-ാം നിലയിൽ നിന്നും താഴത്തെ നിലയിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. അന്യഗ്രഹ ജീവിയെ പോലെ തന്നെ നോക്കി നിന്ന വാച്ച്മാനെ അവഗണിച്ചുകൊണ്ട് അവൻ ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തെത്തി. ഒരാഴ്ചയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയ ശൗര്യ നൂറിയെ കാണാൻ പോയെങ്കിലും തന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതി നൂറി അപ്പോഴേക്കും മറ്റൊരു തന്നെ വിവാഹം കഴിച്ചിരുന്നു. ജോലിയിൽ തിരികെ എത്തിയപ്പോൾ തന്റെ അഭാവം ആരും അറിഞ്ഞില്ല എന്നത് അവനെ ആകെ വേദനിപ്പിക്കുന്നു.